പക്ഷേ ഈ സിനിമയുടെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് തോന്നിയത് ഈ സിനിമ കൺസീവ് ചെയ്തിരിക്കുന്നത്. അതായത് നമ്മളിപ്പോൾ പല സിനിമകളും വന്നതിന് ശേഷം ഫസ്റ്റ് പാർട്ട് എടുത്ത് കഴിഞ്ഞ് അതിൻ്റെ സക്സസ് കണ്ടിട്ട് സെക്കൻഡ് പാർട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ചും കൂടെ ഒന്ന് ബഡ്ജറ്റൊക്കെ റൈസ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. പക്ഷേ ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. എനിക്ക് തോന്നുന്നു ഈ സിനിമ എൻറ്റയർ കംപ്ലീറ്റ് പോസ്റ്റ് പ്രൊഡക്ഷനും എല്ലാം തീർത്തിട്ടായിരിക്കാം ഫസ്റ്റ് പാർട്ട് വന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഫസ്റ്റ് പാർട്ട് കുറച്ച് ഓടി അതിൻ്റെ ഒരു കളക്ഷൻ കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്തതാണ് സെക്കൻഡ് പാർട്ട് ഇറക്കാനായിട്ട്. ഫസ്റ്റ് പാർട്ട് വന്നപ്പോൾ തന്നെ ഒരു റിലീസ് ഡേറ്റ്, സെക്കൻഡ് പാർട്ടിൻ്റെ റിലീസ് ഡേറ്റും അനൗൺസ് ചെയ്തിരുന്നു. സോ അങ്ങനെ എടുക്കുമ്പോഴത്തേക്ക്, അതായത് സിനിമ ഫസ്റ്റ് പാർട്ടും സെക്കൻഡ് പാർട്ടും ഒക്കെ ഒരുമിച്ച് ഷൂട്ട് ചെയ്തിരിക്കുന്നതായിട്ട് നമുക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. ഒരു തരത്തിലും ഒരു സെക്കൻഡ് ഷെഡ്യൂളായിട്ട് ചെയ്തതായിട്ട് നമുക്ക് തോന്നത്തില്ല. അങ്ങനെ ഉണ്ടായിരിക്കാം ചിലപ്പോൾ. ഇനി പല ഷോർട്ട്സും കുറച്ചും കൂടെ ട്വീക്ക് ചെയ്തിട്ടുണ്ടാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ ചിലപ്പോൾ വരുത്തിയിട്ടുണ്ടാകും. പക്ഷേ എന്നാൽ പോലും അതൊന്നും മനസ്സിലാവുന്നില്ല. വളരെ പെർഫെക്റ്റായിട്ടാണ് അതങ്ങനെ സിങ്ക് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് പാർട്ടിൻ്റെ സെക്കൻഡ് പാർട്ടെന്നൊന്നും തോന്നത്തില്ല. ഫസ്റ്റ് പാർട്ടിൻ്റെ ഒരു എക്സ്റ്റൻഷൻ, അത്ര മാത്രമേ നമുക്ക് തോന്നത്തുള്ളൂ. നമസ്കാരം, അമൃതാണ്. ദുരന്തർ ദ റിവെഞ്ച് ഗ്രാൻഡ് മൂവിയാണ്. അതായത് നമ്മളിങ്ങനെ പറഞ്ഞു കേൾക്കാറുണ്ട് തിയേറ്റർ കത്തിച്ചു എന്നൊക്കെ. പക്ഷേ ഈ സിനിമ ലിറ്ററലി തിയേറ്റർ കത്തിച്ചു എന്ന് പറയാം. കാരണം അത്രയ്ക്ക് ഇതിനകത്തുള്ള സ്റ്റൺസിൻ്റെ കോറിയോഗ്രാഫി ആയിരുന്നാലും ഭയങ്കര ഒരു റോ ഫീലുണ്ട്. എന്നാൽ ഭയങ്കര സിനിമാറ്റിക് ആയിട്ട് എടുക്കേണ്ട ഭാഗങ്ങളിലൊക്കെ ഭയങ്കര സിനിമാറ്റിക് ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. പക്ഷേ എങ്കിലും ഓവറോൾ ഒരു റോ ഡോക്യുമെൻ്ററി ഫോമാറ്റിലാണ്. അത് എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ ഒരു ശൈലിയാണ്. ഊറി സർജിക്കൽ സ്ട്രൈക്കിൽ നമ്മൾ കണ്ടതാണ്. അദ്ദേഹം ഇങ്ങനെ ചാപ്റ്റേഴ്സ് ആയിട്ടാണ് സ്റ്റോറി ടെൽ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോ ചാപ്റ്റേഴ്സിൻ്റെയും ടൈറ്റിൽ നിന്ന് തന്നെ നമുക്ക് വരാനിരിക്കുന്നത് എന്താണെന്നുള്ളൊരു ചെറിയ സൂചന കിട്ടും. സോ അതെല്ലാം കൂടെ ഓവറോൾ നോക്കുമ്പോഴത്തേക്ക് ഒരു എക്സ്ട്രാ ഓർഡിനറി തിയേറ്റർ അനുഭവമാണ്. ഇത് തിയേറ്ററിൽ തന്നെ കാണേണ്ട സിനിമയാണ്. ഞാൻ ഫസ്റ്റ് പാർട്ട് വന്നപ്പോഴും പറഞ്ഞിരുന്നു, തിയേറ്ററിൽ മസ്റ്റായിട്ട് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു മൂവിയാണ്. അതിൽ പ്രധാനമായിട്ട് നമ്മുടെ നാടിന് വേണ്ടിയിട്ട് സ്വന്തം ഐഡൻറ്റിറ്റിയെ മാറ്റി വെച്ചുകൊണ്ട്, അല്ലെങ്കിൽ സ്വന്തം ഐഡൻറ്റിറ്റിയെ എന്നേക്കുമായിട്ട് ഉപേക്ഷിച്ചുകൊണ്ട് മറ്റൊരു രാജ്യത്തിൽ നുഴഞ്ഞു കയറി അവിടുത്തെ ശത്രുക്കള, അതായത് രാജ്യത്തിന്, ഇതിനകത്ത് ഈ സിനിമയ്ക്കകത്ത് പല ഇൻസിഡൻസിലും ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്, ഈ രാജ്യത്തിന് ഒരു തിരക്കഥയിലൊന്നും ബ്ലെയിം ചെയ്യുന്നില്ല. പക്ഷെ ആ രാജ്യത്തിന് കൂടി ദോഷകരമായിട്ടുള്ള ചില എലിമെൻസിനെ മാത്രം ഫോക്കസ് ചെയ്ത് അവരെ ടാർഗറ്റ് ചെയ്യുന്ന ഒരു സ്പൈ ടീം, അല്ലെങ്കിൽ ഒരു സ്പൈ എന്തൊക്കെ പ്രതിസന്ധികൾ അതിജീവിക്കേണ്ടി വരും, ഇതൊക്കെ നന്നായിട്ട് ഈ സിനിമയ്ക്കകത്ത് പിക്ചറൈസ് ചെയ്തവർ കാണിച്ചിട്ടുണ്ട്. പല ഹിന്ദി സിനിമകൾ വരുന്നുണ്ടെങ്കിലും അതിനെ ഒന്നും നമുക്കിതുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല. പിന്നെ സ്റ്റൺസിൻ്റെ കാര്യത്തിൽ എനിക്ക് എവിടെയൊക്കെയോ കുറച്ചൊരു മാച്ച് തോന്നിയത് കില്ലെന്ന് പറയുന്ന സിനിമയായിട്ടാണ്. എങ്കിലും അത് വേറൊരു ലീഗാണ്. ഇത് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ലീഗാണ്. അതായത് പറഞ്ഞു വന്ന ദുരന്തറിനോട് കിടപിടിക്കത്തക്ക, അല്ലെങ്കിൽ ഇതിനോട് കമ്പയർ ചെയ്യത്തക്ക ഒരു സിനിമ ഇന്ന് വരെ ഇന്ത്യൻ പനോരമ ഇന്ത്യൻ സിനിമയിൽ ഉണ്ടായിട്ടില്ല എന്ന് തന്നെ പറയാം. രൺബീറിൻ്റെ ആക്ടിങ്, ഞാൻ കഴിഞ്ഞ സിനിമയിലും പറഞ്ഞായിരുന്നു, രൺബീറിനേക്കാളും കുറച്ചും കൂടെ പെർഫോമൻസ് വൈസും അല്ലെങ്കിൽ ആ ഒരു ഓറ ഇതെല്ലാം അക്ഷയ് ഖന്നയായിരുന്നു സ്കോർ ചെയ്തിരുന്നത്. പക്ഷേ എങ്കിലും ആ ഒരു ആറ്റിറ്റ്യൂഡ്, ആ ഒരു സ്പൈ എന്നുള്ള നിലയിൽ അദ്ദേഹം ഹൈഡ് ചെയ്ത് നിൽക്കുമ്പോഴും നമുക്ക് ഒരു ഇന്ത്യൻ എന്നുള്ള നിലയിൽ നമുക്കറിയാമല്ലോ, നമുക്ക് ഇദ്ദേഹം സ്പൈ ആണെന്ന് അറിയാം. അപ്പോൾ ആ ഒരു ആംഗിളിൽ നമ്മൾ ആ ക്യാരക്ടറിനെ നോക്കി കാണുമ്പോൾ നമ്മളിലേക്ക് അദ്ദേഹം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന കുറേ കാര്യങ്ങളും വളരെ സൈലൻ്റായിട്ട്, വളരെ സബ്റ്റിലായിട്ട് അദ്ദേഹം നമ്മളിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ ഇമോഷൻസും, എന്നാൽ സെയിം ടൈം അവിടുത്തെ ഗാങ്സ്റ്റേഴ്സിൻ്റെ ഇടയിൽ അദ്ദേഹം അതിൻ്റെ ഒരു ഭാഗമായിട്ട് നിൽക്കുമ്പോൾ ഉണ്ടുള്ളൊരു ആറ്റിറ്റ്യൂഡും, ഇതെല്ലാം കൂടെ അതങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ മാറി മാറി വരണം. ഓഡിയൻസ് ആയ നമ്മളെ കൺവിൻസ് ചെയ്യുകയും വേണം. തിരക്കഥയിൽ അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ ഓഡിയൻസിനെ കൺവിൻസ് ചെയ്യുകയും വേണം, സെയിം ടൈം അവരിലൊരാളായി മാറുകയും ചെയ്യുന്ന ആ ഒരു വളരെ സബ്റ്റിലായിട്ടുള്ള വേരിയേഷൻസ് പോലും വളരെ പ്രിസൈസായിട്ട് അദ്ദേഹത്തിൻ്റെ മാനറിസത്തിലും എല്ലാത്തിലും കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ ഹാറ്റ്സ് ഓഫ് ടു രൺബീർ. കാരണം ഇതൊരു വലിയ എഫേർട്ടാണ്. അപ്പോൾ ഒരു ആക്ടർ ഇതുപോലെ ഒരു സിനിമയ്ക്ക് വേണ്ടി ഒത്തിരി ത്യാഗം ചെയ്യുമ്പോഴത്തേക്ക്, വേറെ സിനിമകളൊന്നും അദ്ദേഹം ചെയ്തില്ലെങ്കിലും ഈ ഒരു ക്യാരക്ടറും ഈ ഒരു സിനിമയൊക്കെ നമ്മുടെ മനസ്സിൽ കുറേ നാളങ്ങനെ ഇംപ്രിൻ്റ് ചെയ്താണ്. കുറേ നാളെ നല്ലത് ലൈഫ് ലോങ് ഇരുന്നോളൂ. അപ്പോൾ അത് പൊതുവേ ഹിന്ദിയിലുള്ള പല ആക്ടേഴ്സിനെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് രൺബീറിന് കാരണം അദ്ദേഹത്തിനെ കൊണ്ട് ഈ ക്യാരക്ടറൊക്കെ എടുത്ത് ചുമക്കാൻ കഴിയുമോ എന്ന് നമുക്ക് തോന്നിപ്പോയി. എനിക്ക് ആദ്യമൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ഫസ്റ്റ് സിനിമ കണ്ടപ്പോൾ തന്നെ മനസ്സിലായത് രൺബീറിന് വേണ്ടി ടൈലർ മെയ്ഡാണ്. അല്ലെങ്കിൽ അദ്ദേഹം അതിനു വേണ്ടി, ആ ഒരു ക്യാരക്ടറിന് വേണ്ടി അദ്ദേഹത്തിന് ഒരുപാട് മോൾഡ് ചെയ്ത് മാറ്റി. ആ ഒരു ഭയങ്കര ഒരു ട്രാൻസ്ഫോർമേഷൻ, ബോഡി ട്രാൻസ്ഫോർമേഷൻ ആയിരുന്നാലും ആ ഒരു ഫേസിൽ വരുത്തുന്ന ഒരു ആറ്റിറ്റ്യൂഡായിരുന്നാലും അതങ്ങനെ ത്രൂ ഔട്ട് ഒരു ആറ്റിറ്റ്യൂഡുണ്ട് അദ്ദേഹത്തിൻ്റെ ഫേസിൽ. അതൊരു ഒന്നൊന്നര ആറ്റിറ്റ്യൂഡാണ്. പിന്നെ ഇതിൽ സപ്പോർട്ടിങ് ആക്ടേഴ്സ്, അതായത് മാധവനായിരുന്നാലും ഓരോരുത്തരുടെയും ക്യാരക്ടേഴ്സൊക്കെ വളരെ ഡിഫൈൻഡ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെയൊക്കെ ഇമ്പോർട്ടൻസ് ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും കുറയാതെ അങ്ങനെ ബാലൻസ് ചെയ്ത്, തിരക്കഥയിലായിരുന്നാലും എല്ലാം അങ്ങനെ വെൽ ബാലൻസ്ഡ് ആയിട്ടാണ് കൊണ്ടുപോയിരിക്കുന്നത്. പിന്നെ
സെക്കൻഡ് പാർട്ടാണ് ഇത് കൺക്ലൂഡ് ചെയ്യണമെന്നുള്ളതുകൊണ്ടായിരിക്കും കുറച്ചൊരു പൊടിക്ക് ലെങ്ത് കുറയ്ക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. കുറേ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കുറയ്ക്കാമായിരുന്നു. പക്ഷേ എങ്കിലും ഇമോഷണൽ ആയിട്ടുള്ള സിറ്റുവേഷൻസ് വരുമ്പോഴത്തേക്കൊക്കെ അവർ വളരെ ഡ്രാഗ് ചെയ്ത് അവിടെയൊക്കെ നല്ല ഗംഭീര സ്കോറാണ് സിനിമയ്ക്ക് കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് പാർട്ടി കണ്ട കണക്കല്ല, ഇതിനകത്ത് കുറേ ഇമോഷൻസ്, ഫസ്റ്റ് പാർട്ടിലും ആ ഇമോഷണൽ കുറേ ത്രെഡുകളൊക്കെ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. ഇദ്ദേഹത്തിൻ്റെ ഒരു ബാക്ക് സ്റ്റോറി നമുക്ക് കുറേയൊക്കെ അതിനകത്ത് ഇങ്ങനെ ഒരു ഗ്ലിംസ് ആയിട്ട് കാണിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ സിനിമ വരുമ്പോഴത്തേക്ക് അദ്ദേഹത്തിൻ്റെ ബാക്ക് സ്റ്റോറി കുറച്ചും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അവിടെയൊക്കെ നല്ല പ്യുവർ ദേശീയമായിട്ടുള്ള മ്യൂസിക്കാണ് ബാക്ക്ഗ്രൗണ്ടായിട്ട് കൊടുത്തിരിക്കുന്നത്. ഭയങ്കര ഒരു ഫീൽ ഉണ്ടായിരുന്നു. ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ കണ്ട കണക്കല്ല, ഈ സിനിമ തുടങ്ങുമ്പോഴേ ഒരു പ്രകടനത്തോടു കൂടിയാണ് തുടങ്ങുന്നത്. ഗംഭീര പരിപാടിയാണത്. അപ്പോൾ അവിടെ മുതൽ ആ ഒരു റൈഡ് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാണ്, കിക്ക് സ്റ്റാർട്ട് ചെയ്യാണ്. ഫസ്റ്റ് സിനിമയിൽ നമ്മൾ ആ ഒരു സിനിമ അങ്ങനെ പോയി ആ സിറ്റുവേഷൻസ് എല്ലാം കാണിച്ച് വന്നിട്ട് പെട്ടെന്ന് ആ രൺബീറിൻ്റെ ഒരു ട്രാൻസ്ഫോർമേഷൻ വന്ന ആ ഗൺ എടുക്കുന്ന ആ ഒരു ഷോട്ടിൽ നിന്നാണ് സിനിമയുടെ റേഞ്ച് നമ്മൾ മനസ്സിലാക്കുന്നത്. എനിക്ക് ആ സിനിമയിൽ അതങ്ങനെ അതുവരെ കണ്ട് വന്നിട്ട് പെട്ടെന്ന് ആ ഒരു സംഭവം പഴയ പാട്ടുകൾ വെച്ചിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോറിൻ്റെയൊക്കെ വന്നപ്പോൾ അപ്പോഴാണ് സിനിമ ഇതിൻ്റെ റേഞ്ച് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ തുടങ്ങി. ഇത്രയും ഭയങ്കര ഒരു എക്സ്പ്ലോഷൻ പോലെ ആയിരുന്നത്. എന്നാൽ അതുപോലെ തന്നെ ഇതിനകത്തും പഴയ പാട്ടുകളൊക്കെ വെച്ചിട്ടൊരു ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ പിടിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും കോമഡി ആയിട്ട് എനിക്ക് തോന്നിയത് സഞ്ജയ് ദത്തിൻ്റെ പഴയ പാട്ടുകളൊക്കെ വെച്ചിട്ടുള്ള ഒരു പരിപാടിയുണ്ട്. അത് സഞ്ജയ് ദത്ത് ചെയ്തിരിക്കുന്ന ആ ക്യാരക്ടറിൻ്റെ ഒരു ട്രാജിക് സിറ്റുവേഷനാണ്. പക്ഷേ എങ്കിലും ആ സിറ്റുവേഷൻ അവർ ബാക്ക്ഗ്രൗണ്ട് സ്കോർ കൊടുത്തിരിക്കുന്ന ഭയങ്കര ഒരു സർക്കാസ്റ്റിക് മാനറിലാണ്. ഭയങ്കര രസമായിരുന്നത്. പിന്നെ മ്യൂസിക്കും ബാക്ക്ഗ്രൗണ്ട് സ്കോറും ചെയ്തിരിക്കുന്നത് സച്ദേവാണ്. മറ്റേ ഫസ്റ്റ് പാർട്ടിൽ ചെയ്തിരിക്കുന്ന അതേ മ്യൂസിക് ഡയറക്ടറാണ്. ഗംഭീര ഒരു മ്യൂസിക് ഡയറക്ടറാണ് അദ്ദേഹം. ഈ സിനിമയ്ക്കകത്ത് നമ്മുടെ ആ ഫ്ലിപ്പറാച്ച എന്നുള്ള സോങ്ങിന് പകരം, അല്ലെങ്കിൽ ആ സിറ്റുവേഷൻ പോലുള്ള ഒരു സിറ്റുവേഷനിൽ ഈ സിനിമയ്ക്കകത്ത് നമ്മുടെ പഴയ ഖാലിദിൻ്റെ ഒരു ഭയങ്കര നൊസ്റ്റാൾജിയ ഉള്ളൊരു സോങ്ങാണ് ദീദി എന്നുള്ള, അതും എടുത്ത് ഈ സിനിമയ്ക്കകത്ത് അങ്ങനെ റീവർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതും ഭയങ്കര രസമായിരുന്നു. സോ ഓവറോൾ ഒരു തിയേറ്റർ കത്തിക്കൽ നമ്മളിങ്ങനെ പറഞ്ഞൊക്കെ കേൾക്കാറുണ്ടെങ്കിലും ലിറ്ററലി തിയേറ്റർ കത്തിക്കൽ എക്സ്പീരിയൻസ് ആണ് ഈ സിനിമ. അതായത് നല്ല സൗണ്ട് എക്സ്പീരിയൻസ് ചെയ്യത്തക്ക അറ്റ്മോസ് ഉള്ള തിയേറ്റർ നോക്കി പിടിച്ച് തന്നെ ടിക്കറ്റ് എടുത്ത് കാണുക. ഇപ്പോൾ എന്തായാലും ഫുൾ മാർക്സ് 10 out of 10 ടു ഇതിൻ്റെ ഡയറക്ടർ ആദിത്യധർ. പിന്നെ അദ്ദേഹത്തിൻ്റെ വൈഫ് യാമി ഗൗതം ഇതിനകത്തൊരു ചെറിയൊരു ക്യാരക്ടറായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ മാധവൻ. അതുപോലെ മിസ് ചെയ്തത് അക്ഷയ് ഖന്നയുടെ ഒരു പെർഫോമൻസ് ആണ്. അദ്ദേഹം പിന്നെ ഫസ്റ്റ് പാർട്ടിൽ തന്നെ തീർന്നു. പക്ഷേ ഈ സിനിമയുടെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് തോന്നിയത് ഈ സിനിമ കൺസീവ് ചെയ്തിരിക്കുന്നത്. അതായത് നമ്മളിപ്പോൾ പല സിനിമകളും വന്നതിന് ശേഷം ഫസ്റ്റ് പാർട്ട് എടുത്ത് കഴിഞ്ഞ് അതിൻ്റെ സക്സസ് കണ്ടിട്ട് സെക്കൻഡ് പാർട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ചും കൂടെ ഒന്ന് ബഡ്ജറ്റൊക്കെ റൈസ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. പക്ഷേ ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. എനിക്ക് തോന്നുന്നു ഈ സിനിമ കംപ്ലീറ്റ് പോസ്റ്റ് പ്രൊഡക്ഷനും എല്ലാം തീർത്തിട്ടായിരിക്കാം ഫസ്റ്റ് പാർട്ട് വന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഫസ്റ്റ് പാർട്ട് കുറച്ച് ഓടി അതിൻ്റെ ഒരു കളക്ഷൻ കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്തതാണ് സെക്കൻഡ് പാർട്ട് ഇറക്കാനായിട്ട്. ഫസ്റ്റ് പാർട്ട് വന്നപ്പോൾ തന്നെ ഒരു റിലീസ് ഡേറ്റ്, സെക്കൻഡ് പാർട്ടിൻ്റെ റിലീസ് ഡേറ്റും അനൗൺസ് ചെയ്തിരുന്നു. സോ അങ്ങനെ എടുക്കുമ്പോഴത്തേക്ക്, അതായത് സിനിമ ഫസ്റ്റ് പാർട്ടും സെക്കൻഡ് പാർട്ടും ഒക്കെ ഒരുമിച്ച് ഷൂട്ട് ചെയ്തിരിക്കുന്നതായിട്ട് നമുക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. ഒരു തരത്തിലും ഒരു സെക്കൻഡ് ഷെഡ്യൂളായിട്ട് ചെയ്തതായിട്ട് നമുക്ക് തോന്നത്തില്ല. അങ്ങനെ ഉണ്ടായിരിക്കാം ചിലപ്പോൾ. ഇനി പല ഷോട്ട്സും കുറച്ചും കൂടെ ട്വീക്ക് ചെയ്തിട്ടുണ്ടാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ ചിലപ്പോൾ വരുത്തിയിട്ടുണ്ടാകും. പക്ഷേ എന്നാൽ പോലും അതൊന്നും മനസ്സിലാവുന്നില്ല. വളരെ പെർഫെക്റ്റായിട്ടാണ് അതങ്ങനെ സിങ്ക് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് പാർട്ടിൻ്റെ സെക്കൻഡ് പാർട്ടെന്നൊന്നും തോന്നത്തില്ല. ഫസ്റ്റ് പാർട്ടിൻ്റെ ഒരു എക്സ്റ്റൻഷൻ അത്ര മാത്രമേ നമുക്ക് തോന്നത്തുള്ളൂ. ആ രണ്ടാമത്തെ സിനിമ തുടങ്ങുന്നത് പോലും അങ്ങനെയാണ്. ഫസ്റ്റ് പാർട്ട് എവിടെ എൻഡ് ചെയ്തോ ആ അദ്ദേഹത്തിൻ്റെ ബാക്ക് സ്റ്റോറി കാണിച്ചുകൊണ്ട് നിർത്തിയിടത്ത് തന്നെ തുടങ്ങി മുന്നോട്ട് പോകുന്ന രീതിയിലാണ്. അതും വളരെ ഫാസ്റ്റായിട്ടാണ് കഥ പറഞ്ഞ് പോണത്. ഇത്രയും ലെങ്തി മൂവി ആണെങ്കിൽ കൂടി തന്നെ ഞാൻ ഈ പറഞ്ഞ കണക്ക് ആ ഒരു ഇമോഷണൽ ഏരിയാസിൽ കുറച്ചൊന്ന് ഡ്രാഗ് ചെയ്ത് കൊണ്ടുപോകുന്നു. കാരണം ആ ഇമോഷൻസ് നമുക്ക് കണക്റ്റ് ആകാൻ വേണ്ടി സിനിമ പർപ്പസ്ഫുള്ളി ഡ്രാഗ് ചെയ്ത്, അല്ലെങ്കിൽ ആ ഇമോഷണൽ ഡെപ്ത് നമുക്ക് ഫീൽ ചെയ്യുന്ന രീതിയിൽ കുറച്ചൊന്ന് സ്ലോ ചെയ്തിട്ടുണ്ടെന്നുള്ളതല്ലാണ്ട് ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ നല്ല ഫാസ്റ്റായിട്ടാണ് കഥ പറഞ്ഞു പോണത്. കഥ പറഞ്ഞു പോകണമെന്ന് പറയുന്നതിനേക്കാളും ഓരോ ഇൻസിഡൻസ് അങ്ങനെ സംഭവിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ പരിപാടി. അപ്പോൾ അതൊരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഫസ്റ്റ് പാർട്ട് ഇൻ്റർവൽ ബ്ലോക്കൊക്കെ ആയിരുന്നാലും അതുകൊണ്ട് നിർത്തുന്ന ഒരു ശൈലിയായിരുന്നാലും എല്ലാം നല്ല, അല്ലാതെ വെറുതെ ഇത്രയും ലെങ്തി ആയിട്ടുള്ളൊരു മൂവി എവിടെയെങ്കിലും വെച്ച് കട്ട് ചെയ്തിട്ട് വീണ്ടും ഇപ്പോൾ ഇംഗ്ലീഷ് സിനിമകളിലൊക്കെ കാണുമ്പോൾ നമ്മൾ കട്ട് ചെയ്തിട്ട് വീണ്ടും അവിടെ മുതൽ പ്ലേ ചെയ്യണി. പക്ഷേ ഇതങ്ങനെയൊന്നുമല്ല. ഇത് നല്ല പ്രോപ്പറായിട്ട് അവിടെ കൊണ്ടുവന്ന് എൻഡ് ചെയ്തിട്ട് അടുത്ത ചാപ്റ്ററിലോട്ട് പോയാണ്. ഓവറോൾ എന്നിലെ പ്രേക്ഷകനെ സംബന്ധിച്ചിടത്തോളം ഞാൻ കണ്ട ഇന്ത്യൻ സിനിമാസിൽ വൺ അമംഗ് ദ ബെസ്റ്റ് മൂവി. ഫസ്റ്റ് ഈസ് ദുരന്തർ ആൻഡ് സെക്കൻഡ് വൺ ഈസ് ദുരന്തർ ദ റിവെഞ്ച്. അതായത് ഈ ഒരു ജോൺറയിൽ, പിന്നെ ഈ ഒരു ജോൺറയെന്ന് പറഞ്ഞാൽ പോരാ, ഹിന്ദി സിനിമകളുടെ ഒരു ഫോർമാറ്റ് നമുക്കറിയാം. എത്രയൊക്കെ ആയിരുന്നാലും ഒരു സിനിമാറ്റിക് ആക്കി കുളമാക്കി അമാനുഷികതയുടെ അങ്ങേറ്റം അവർ പ്രദർശിപ്പിക്കാറുണ്ട് സിനിമകളിൽ.
ഇത് മനുഷ്യനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ചെയ്ത് കാണിച്ചിരിക്കുന്നത്. പിന്നെ കുറച്ച് ഫാൻഡം സെറ്റപ്പും പരിപാടിയൊക്കെ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഗ്രാഫിക്സും VFX ഒക്കെ ആഡ് ചെയ്ത് കുറച്ചും കൂടെ അതിനെ ഒന്ന് എൻഹാൻസ് ചെയ്തിട്ടുണ്ടെന്നുള്ളതല്ലാണ്ട് ഫൈറ്റ് സീക്വൻസുകളൊക്കെ നല്ല എക്സ്ട്രീം വയലൻസ് ആണ്. അതുകൊണ്ട് ബ്ലഡ് ഷെഡൊക്കെ കണ്ടാൽ ബുദ്ധിമുട്ടുള്ളവർ നോക്കി ടിക്കറ്റ് എടുക്കുക. സർട്ടിഫിക്കറ്റാണ്. കുട്ടികളുടെ കാര്യത്തിലാണ് ഞാൻ എടുത്തു പറയുന്നത്. അപ്പോൾ എന്തായാലും സിനിമയ്ക്ക് ഞാൻ ഈ പറഞ്ഞ കണക്ക് 10 out of 10. അപ്പോൾ എന്തായാലും മറ്റൊരു സിനിമ വിശേഷം, മറ്റൊരു സിനിമ എന്ന് പറയുമ്പോഴത്തേക്ക് ആട് 3 നാളെ കാണണം. അപ്പോൾ അത് കണ്ടിട്ട് അതിൻ്റെ വിശേഷമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് താങ്ക് യു ഫോർ സപ്പോർട്ടിങ്.